ഉദര ക്യാൻസർ എന്ന് കൊണ്ട് വിവക്ഷിക്കുന്നത് ആഹാരം കടന്നു പോകുന്ന ഭാഗങ്ങൾ, അതായത് അന്നനാളം മുതൽ ആമാശയം തുടങ്ങി ചെറുകുടൽ, വൻകുടൽ ഉൾപ്പെടെ ലിവറും അനുബന്ധ ഭാഗങ്ങളും പാൻക്രിയാസും ചേരുന്ന ഭാഗങ്ങളെയാണ് ഉദര അവയവങ്ങൾ എന്ന് പറയുന്നത്. അതിലുണ്ടാകുന്ന അർബുദങ്ങളെ അല്ലെങ്കിൽ ക്യാൻസറുകളെയാണ് നമ്മൾ കൂടുതൽ പ്രതിപാദിക്കുന്നത്. ഉദാഹരണത്തിന് അന്നനാളം പ്രധാനമായും നിലകൊള്ളുന്നത് നെഞ്ചിൻ്റെ ഉള്ളിലാണ്. ആഹാരം കടന്നു പോകുമ്പോൾ അതിലുണ്ടാകുന്ന തടസ്സങ്ങൾ കൂടുതലും അർബുദ രോഗങ്ങൾ കൊണ്ടാകാം, അല്ലാതെയും സംഭവിക്കാവുന്നതാണ്. പക്ഷെ അർബുദ രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന തടസ്സങ്ങൾ കണ്ടുപിടിക്കുന്നത് എൻഡോസ്കോപ്പ് വഴിയാണ്, അതിലൂടെ ബയോപ്സി എടുക്കുന്നതിലൂടെയാണ്. അത് ബയോപ്സി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിർണയിച്ചതിന് ശേഷം അതിനെ സ്റ്റേജ് ചെയ്യേണ്ടതുണ്ട്. അത് കൂടുതലും ചെയ്തു വരുന്നത് CT അല്ലെങ്കിൽ MRI മുതലായ ഇൻവെസ്റ്റിഗേഷനിലൂടെയാണ്. അത് ഏത് സ്റ്റേജാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് ശസ്ത്രക്രിയയ്ക്കോ അല്ലെങ്കിൽ അനുബന്ധ ചികിത്സകൾക്കോ വിധേയമാക്കേണ്ടതാണ്. പണ്ട് കാലങ്ങളിൽ അന്നനാളത്തിൽ ശസ്ത്രക്രിയ ചെയ്തു വരുന്നത് ഉദരാശയം തുറക്കുക, നെഞ്ച് തുറക്കുക, കഴുത്ത് തുറക്കുക, അങ്ങനെ 3 ശസ്ത്രക്രിയകളിലൂടെയാണ് അത് പൂർണ്ണമാക്കുന്നത്. താക്കോൽദ്വാര ശസ്ത്രക്രിയകളുടെ ആവിർഭാവത്തോടുകൂടി അത് കൂടുതൽ സൗകര്യപ്രദമായി നെഞ്ച് തുറക്കാതെയും വയറ് തുറക്കാതെയും നമുക്ക് അന്നനാളം നീക്കം ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ നിലവിലുണ്ട്. അതുപോലെ തന്നെയാണ് ആമാശയ ക്യാൻസറും അന്നനാളവും ആമാശയമായിട്ട് ചേരുന്ന ഭാഗത്തുണ്ടാകുന്ന അർബുദ രോഗങ്ങളും. അതും ഇതേപോലെ നെഞ്ച് തുറക്കുകയോ ഉദര ആശയം തുറക്കുകയോ വയറ് തുറന്ന് കീറിയുള്ള ശസ്ത്രക്രിയ ഒഴിവാക്കിക്കൊണ്ട് തന്നെ കീഹോൾ ശസ്ത്രക്രിയ വഴി ചെയ്യാവുന്നതാണ്. ഉദര ശസ്ത്രക്രിയകൾ ഏതെല്ലാമാണോ അതെല്ലാം തന്നെ താക്കോൽദ്വാര ശസ്ത്രക്രിയ വഴി ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ചെയ്യുക വഴി സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ഒരു സംശയം കീഹോൾ ശസ്ത്രക്രിയയിൽ മുഴുവനായി എടുത്തു മാറ്റുമോ അല്ലെങ്കിൽ അതിൻ്റെ തത്വങ്ങൾക്ക് വിധേയമായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ചില നിയമങ്ങളോ തത്വങ്ങളോ അനുശാസിക്കുന്നുണ്ട്. അതായത് ഒരു ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ആ ശസ്ത്രക്രിയയ്ക്ക് ചുറ്റുമുള്ള അവയവങ്ങളും ചുറ്റുമുള്ള ചില അനുബന്ധ ഭാഗങ്ങളും ശസ്ത്രക്രിയയെ സംബന്ധിച്ചിടത്തോളം എടുത്തു മാറ്റേണ്ടതുണ്ട്. അത് ഈ കീഹോൾ സർജറി വഴി സാധ്യമാണോ അല്ലയോ? തികച്ചും സാധ്യമാണ്. എന്തെല്ലാം തത്വങ്ങളിലൂടെയാണോ സാധാരണ ഉദര ശസ്ത്രക്രിയ ചെയ്യുന്നത് അതേ തത്വങ്ങൾക്ക് വിധേയമായിട്ട് തന്നെയാണ് താക്കോൽദ്വാര ശസ്ത്രക്രിയയും നടന്നു വരുന്നത്. പാൻക്രിയാസിലെ ക്യാൻസർ സാധാരണ രീതിയിൽ വളരെ അതിസങ്കീർണമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. ഈവൻ പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ആഗ്നേയഗ്രന്ഥി എന്ന് പറയും. ആഗ്നേയഗ്രന്ഥിയിലുണ്ടാകുന്ന അർബുദങ്ങൾ അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ക്യാൻസറുകൾ സാധാരണ രീതിയിൽ അധിക കാലം രോഗി ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ള ശസ്ത്രക്രിയകളും കീഹോൾ ശസ്ത്രക്രിയ വഴി സാധ്യമാണ്. അതായത് എൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള ശസ്ത്രക്രിയ വിപ്പിൾ സർജറി എന്ന് പറയുന്ന ശസ്ത്രക്രിയയാണ്. ആ വിപ്പിൾ സർജറി ചെയ്യുമ്പോൾ തന്നെ ചില അവയവങ്ങൾ മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ എടുത്തു മാറ്റേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ആമാശയത്തിൻ്റെ ഒരു ഭാഗം, പിത്തസഞ്ചി, പിത്തക്കുഴലിൻ്റെ ഭാഗം, ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം, പാൻക്രിയാസിൻ്റെ ഒരു ഭാഗം, ഇങ്ങനെ എടുത്തു മാറ്റുകയും ആ എടുത്തു മാറ്റുന്ന അവയവങ്ങൾ മാറ്റിയതിന് ശേഷം അത് റീകൺസ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്യണം. പ്രത്യേകിച്ച് ആമാശയത്തിൽ നിന്ന് ആഹാരം പോകുന്നതിന് വേണ്ടി ചെറുകുടൽ അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയും പിത്തം ഒഴുകുന്നതിന് വേണ്ടി പിത്തക്കുഴൽ അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയും പാൻക്രിയാസിൻ്റെ ബാക്കിയുള്ള ഭാഗത്തു നിന്നുണ്ടാകുന്ന ദഹനരസങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടി ചെറുകുടൽ പാൻക്രിയാസുമായിട്ട് യോജിപ്പിക്കുകയും ചെയ്യുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയാണ്. സാധാരണ രീതിയിൽ 7-8 മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഈ വിപ്പിൾ സർജറി എന്ന് പറയുന്നത്. അതുൾപ്പെടെയുള്ള സങ്കീർണമായ ശസ്ത്രക്രിയ ഉൾപ്പെടെ കീഹോൾ സർജറി വഴി സാധ്യമാണ്. അതുപോലെ തന്നെ ലിവർ ക്യാൻസർ അല്ലെങ്കിൽ ലിവറിനകത്തോട്ട് മറ്റ് അവയവങ്ങളിൽ നിന്നുണ്ടാ വ്യാപിക്കുന്ന ക്യാൻസറുകൾ, ലിവറിനകത്തു നിന്ന് സ്വമേധയാ ക്യാൻസർ ഉണ്ടാകാം, മറ്റവയവങ്ങളിൽ നിന്നും ബാധിച്ചും ക്യാൻസർ ഉണ്ടാകാം. അങ്ങനെ ക്യാൻസർ ഉണ്ടാകുന്ന ഒരു ലിവർ സാധാരണ രീതിയിൽ അതിന് 1/3 to half ഓഫ് ദി ലിവർ മതിയാവും ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വേണ്ടുക. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഒരു ഭാഗത്തോട്ട് മാത്രമായി ലിവർ ക്യാൻസർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഭാഗം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പകുതി ഭാഗത്തോളം ലിവർ എടുത്തു മാറ്റാവുന്നതാണ്.
ആ എടുത്തു മാറ്റുന്ന പ്രക്രിയയും ഇപ്പോൾ താക്കോൽദാര ശസ്ത്രക്രിയ വഴി സാധ്യമാണ്. പണ്ട് കാലങ്ങളിൽ ഈ ശസ്ത്രക്രിയകളൊന്നും താക്കോൽദാര ശസ്ത്രക്രിയ വഴി നടത്തുന്നില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് കോളോറക്ടൽ ക്യാൻസർ. കോളോറക്ടൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ വൻകുടലിൽ മലാശയത്തിലുണ്ടാകുന്ന അർബുദങ്ങളിലാണ് കോളോറക്ടൽ ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് കോളോറക്ടൽ ക്യാൻസർ. അത് കണ്ടുപിടിക്കുന്നത് പറഞ്ഞതുപോലെ ഒരു കൊളോണോസ്കോപ്പി ടെസ്റ്റ് വഴിയാണ്. ആ കൊളോണോസ്കോപ്പി ടെസ്റ്റ് വഴി മലാശയത്തിൻ്റെ ഉൾഭാഗത്തിൻ്റെ ഭിത്തിയിലുള്ള മുകളങ്ങളെ കണ്ടുപിടിക്കുകയും ആ മുകളങ്ങൾ ഒന്ന് ബയോപ്സി എടുക്കുകയും അത് ക്യാൻസർ ആണെങ്കിൽ ക്യാൻസറിൻ്റെ ഏത് സ്റ്റേജാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് CT അല്ലെങ്കിൽ MRI പോലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഉപയോഗിക്കുകയും അത് ഒരു സ്റ്റേജിനകത്തുള്ള ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ പ്രഥമദൃഷ്ട്യാ തന്നെ സർജറി ചെയ്യുകയും അത് ആ ഒരു സ്റ്റേജിന് പുറത്തു പോയിട്ടുള്ള ക്യാൻസർ ആണെങ്കിൽ ആദ്യം കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി വഴി അത് ചുരുക്കിയതിന് ശേഷം വീണ്ടും സർജറി ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓരോ അവയവത്തിൻ്റെ വിവിധ ഭാഗങ്ങളനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് മലാശയ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അത് അടിഭാഗത്തുണ്ടാകുന്ന മലാശയ ക്യാൻസർ, മലാശയത്തിൻ്റെ തന്നെ അടിഭാഗത്തുണ്ടാകുന്ന ക്യാൻസറുകൾ സാധാരണ രീതിയിൽ ഒരു സ്റ്റേജിന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം റേഡിയോതെറാപ്പി ചെയ്തിട്ട് അതിനോടൊപ്പം കീമോയും കൊടുത്ത് കുറച്ച് കാലം ഒരു 6 ആഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ക്യാൻസറിൻ്റെ ശസ്ത്രക്രിയ ചെയ്യും. ഇതെല്ലാം ഏതെല്ലാം തത്വങ്ങൾ ലോകത്ത് പാലിക്കുന്നുണ്ടോ ആ തത്വങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് താക്കോൽദാര ശസ്ത്രക്രിയയിലും ഈ അവയവങ്ങൾ നീക്കം ചെയ്യുന്നതും അതുപോലെ തന്നെ കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുന്നതും. അതുപോലെ മറ്റൊരു ഏരിയയാണ് ഈ പിത്തസഞ്ചിയും പിത്തക്കുഴലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാൻസറുകൾ. അതും അതിസങ്കീർണമായ ശസ്ത്രക്രിയകളാണ്. അതിന് ആ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ക്യാൻസറിൻ്റെ ഭാഗം മാത്രമല്ല അനുബന്ധ ഭാഗങ്ങളും കൂടി നീക്കം ചെയ്യേണ്ടതുണ്ട്. ഈ ശസ്ത്രക്രിയയും അതിന് ശേഷമുള്ള റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കൂട്ടിയോജിപ്പിക്കലും എല്ലാം താക്കോൽദാര ശസ്ത്രക്രിയകൾ വഴി ഇപ്പോൾ സാധ്യമാണെന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ പ്രയാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിപ്പിൾ പോലുള്ള ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ പിത്തക്കുഴലിനുണ്ടാകുന്ന ശസ്ത്രക്രിയയൊക്കെ എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമായ ശസ്ത്രക്രിയ, അതിന് അതിവൈദഗ്ധ്യം ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ ആശുപത്രികളിലും അത് ലഭിക്കണമെന്നില്ല. അപ്പോൾ അതിവിദഗ്ധന്മാരായിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ടീം അതിനുണ്ടായിരിക്കണം, അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. നമ്മുടെ ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യങ്ങളും എല്ലാ ടീം ഫെസിലിറ്റീസും ഉണ്ട് എന്ന് സന്തോഷവും അറിയിക്കട്ടെ.